നമ്മളെക്കാൾ ദുർബലമായ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നെറുകേടിനെതിരെ, ഈ മനുഷ്യത്വ വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായി നെഞ്ചുറപ്പോടെ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയുമ്പോൾ എവിടെ വിശ്വഗുരു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എവിടെ വിശ്വഗുരു? എവിടെ നമ്മുടെ രാജ്യം എന്നാണ് പ്രതിപക്ഷം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെ? കുറ്റവാളികളോട് ഒരു രാജ്യം എങ്ങനെ പെരുമാറണം എന്നുള്ളത്, കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും പ്രൊറഗേറ്റീവാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എത്ര ഇന്ത്യക്കാരെ തലവെട്ടി കൊന്നിട്ടുണ്ട്? അങ്ങനെ പറയരുത്. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദവും അവിടുത്തെ നിയമവാഴ്ചയും തമ്മിൽ ബന്ധമില്ല. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വേറെ, ആ രാജ്യത്തെ നിയമവാഴ്ച വേറെ. ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ എടുത്തു മുടക്കി കണ്ട മാർഗത്തിൽ കൂടെ എല്ലാം അവിടെ ചെന്ന് അവിടെ ആൾക്കാർ അവിടുത്തെ നിയമം അനുസരിച്ച് പിടിച്ചകത്തിട്ട് പിടിച്ച് പുറത്താക്കിയപ്പം നമ്മൾ ഇവിടെ കിടന്ന് പറയുന്ന ഇവരാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയവർ. 100% ഞാൻ യോജിക്കുന്നു. ഇങ്ങനെ പോയവരും ഇങ്ങനെ പോകുന്നവരും അവർക്ക് വേണ്ടി സംസാരിക്കാനാണല്ലോ അങ്ങോട്ട് പോയത്. ഇവിടെ ഗതി പിടിക്കാത്തത് വേറെ ചോദ്യം, അത് വേറെ വിഷയവും. അതുകൊണ്ടല്ല, അത് ആർത്തിയും അത്യാഗ്രഹവുമാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഗതി പിടിക്കാത്തവരാണോ? ഞാനും നിങ്ങളൊക്കെ ഗതി കിട്ടാത്തവരാണോ? എല്ലാവർക്കും തുല്യാവസരമുള്ള രാജ്യമല്ലല്ലോ ഇത്. 50 ലക്ഷം രൂപ എടുക്കാനുള്ളവൻ, ആരും അധ്വാനിക്കാനും അധ്വാനിക്കാൻ തയ്യാറുള്ളവനെ അല്ലല്ലോ ഇത്. അങ്ങനെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏത് രാജ്യത്തെ എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? ലോകത്ത് ഏത് രാജ്യത്താണ് എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? പറഞ്ഞോട്ടെ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? 1 ലക്ഷം രൂപ മുടക്കി അന്തസ്സായി ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ എടുത്തു കൊടുത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. എത്ര വർഷത്തെ കടവും വരുത്തി വെച്ച് വിൽക്കാനുള്ളതെല്ലാം വിറ്റ് ഏതെങ്കിലും തരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ്. അവർക്ക് തിരികെ വരേണ്ടി വന്നു. അവരെ ഈ രാജ്യം സ്വീകരിക്കുന്നു. അവരോട് മനുഷ്യത്വം കാണിക്കണമെന്ന് ഈ സർക്കാരിന് അമേരിക്കയെ നിർബന്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതാ സർക്കാരിന്റെ പരാജയമായിട്ടല്ലാതെ അതിനെ കാണാൻ കഴിയൂ. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇവിടെ ഷേ റഹീം ഇന്ത്യക്കാരെ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കയറ്റി അയക്കുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര നയ സമീപനങ്ങളിൽ ഇടപെടാനോ ട്രംപ് സർക്കാരിന്റെ പോളിസി തീരുമാനിക്കാനോ ഇന്ത്യ ഗവൺമെന്റിന് പറ്റില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയുടെ നയം, അമേരിക്കയുടെ നിയമം ഇതാണ്. ഏത് വിമാനത്തിൽ കയറ്റി അയക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണ്ടേ? സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. ഒരു രാവിലെ എണീറ്റിട്ട് ഞാനങ്ങ് ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യാം എന്ന് കരുതി ഒരു ഇന്ത്യക്കാരനും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് ഏജൻസി വഴി പോയിരിക്കുന്നതാണ്. ആ ഏജൻസി വർക്ക് ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണാവോ? ഇതേ വിശ്വഗുരുവിന്റെ രാജ്യത്തിലല്ലേ? അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്, ട്രംപ് എണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രംപ് എൻ്റെ സുഹൃത്താണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടുപോയി എങ്കിൽ പറയാതെ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ മറുപടി പറയണ്ടേ? ഗാസയ്ക്കു നേരെ ട്രംപ് എതിർത്തൊരു വെടിയുണ്ടല്ലോ. ഇന്ന് ഗാസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ടൂറിസ്റ്റ് ബീച്ചാക്കി മാറ്റാം. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഈ ആ നിലപാടിനോട് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം ചോദിച്ചു. ജയശങ്കർ മിണ്ടുന്നേ ഇല്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് ഇവര് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ, മറ്റു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു ക്രൈമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചയക്കുന്നതിൽ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. അല്ല, അത് പിന്നെ എന്ത് ചെയ്യണം? റോൾസ് റോയ്സിൽ വിടണമായിരുന്നോ? അങ്ങനെയാണോ പറയുന്നത്? ആ രാജ്യത്ത് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന, ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം.
ഒന്നാമത്തെ കാര്യം, ഇത് പൊടുന്നനെ എടുക്കുന്ന ഇന്നലെ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ ഇന്ന് ഡിപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്കുണ്ട്. 2 വർഷം മുമ്പ് വന്നിരിക്കുന്ന ആ കണക്കനുസരിച്ചിട്ട് 7 ലക്ഷം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് അൺഡോക്യുമെന്റഡ് ആയിട്ട് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിലെല്ലാ ആൾക്കാരെയും തിരിച്ചയച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്നലെ കണ്ടിരിക്കുന്ന ഒരാളിനെ അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന് കണ്ട് പൊടുന്നനെ പിടിച്ച് തിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അവിടെയുള്ള ഒരാളിനെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഐസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല കേസുകളിൽ നാട്ടുകാർ, അമേരിക്കക്കാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരെ ഇവർ പിടികൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഇവർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ഓരോ കേസും ഇൻഡിവിജ്വലി അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നുണ്ട്. അതായത് വെറുതെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റിവിടുക അല്ല ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നു. ഓരോ കേസും പ്രത്യേകമായിട്ട് കോടതി കേൾക്കുന്നു. കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ അവരുടെ രേഖകളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾ അൺഡോക്യുമെന്റഡ് ആണോ അയാൾ ഇല്ലീഗൽ മൈഗ്രന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനമെടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. അവിടുത്തെ കോടതികളാണ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിന് വേണമെങ്കിൽ ഇവർക്ക് അപ്പീൽ ചെയ്യാം. ആ അപ്പീൽ ചെയ്യുന്നതിനുള്ള അനുവാദവും എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട്. അത് സ്വന്തമായിട്ടുള്ള പൈസ മുടക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് നിയമസഹായത്തിന്റെ കാര്യത്തെക്കുറിച്ചും ജയശങ്കറുമായിരുന്നു വിദേശമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എംബസി മുഖാന്തരം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എംബസിയിലെ കാര്യം കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ ഡോക്ടർ ജോസഫ് ആന്റണി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപും ശരിയാണ്, 2009 മുതൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചയച്ച് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിലങ്ങണിയിച്ചു എന്നുള്ള കാര്യം വിവാദമായിട്ടില്ല. പിന്നെ സൈനിക വിമാനത്തിലല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനു മുൻപുള്ള സമയങ്ങളിൽ അത് ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇന്ന് മന്ത്രി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഏത് വിമാനത്തിലാണ് ഇതിനു മുൻപ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇത് ഈ സമയത്ത് വിവാദമാകുവാനുള്ള കാരണം എന്താണ്? മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ബാക്കി ഫോളോ അപ്പ് ചെയ്യുന്നത് ഐസ് ആണ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ്. അവർ പിന്നീട് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനു മുമ്പായിട്ട് ഇവരിങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള മൈഗ്രന്റുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു പോകാം, വോളണ്ടറി ഡിപ്പാർച്ചർ എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പണം മുടക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നു, അത് അവർ എൻഷുർ ചെയ്യുന്നു. ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഡിറ്റൻഷൻ സെന്ററുകളിൽ തുടർന്നും കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടികളെല്ലാം പൂർത്തിയായതിനു ശേഷം അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നിയമപ്രകാരം അവർക്ക് 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം, 2 മിലിറ്ററിയുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം. സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ SOP വായിച്ചു നോക്കിയതാണ്. ഈ SOPയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാക്കിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബെല്ലി റെസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്ത് രേഖയുണ്ട്, നിയമമുണ്ട്. അതിന്റെ ഫ്ലോ കളഞ്ഞു. ഇനി നിങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലാണ് നിങ്ങൾ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അയാട്ടയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. അവിടെ യൂസ് ഓഫ് റെസ്ട്രെയിൻസ് വിലക്കിയിട്ടുണ്ടോ? ഇല്ല. പകരം കൂടെ നിൽക്കുന്ന മാർഷൽ ഉണ്ടായിരിക്കണം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് അയാട്ട ഇറക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അവിടെ ഇവർ താമസിക്കുന്നത് അനധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിനു ശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോയ്സ് അയച്ച് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ, അവരുടെ റിസോഴ്സസ്, അവരുടെ അവസരങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാർക്കും അവിടെ വന്നിരിക്കുന്ന മൈഗ്രന്റ്, ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗ്രൻസിന് മാത്രമാണ്. അതല്ലാതെ ഓരോ രാജ്യത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹ്യ സുരക്ഷാ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഫെഡറൽ ക്രൈമായി മാറുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.